ടടാ! അപ്പൊ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സൺസ്ക്രീൻ ഹോളായിട്ടാണ് കേട്ടോ. ഇതിൽ ആക്ച്വലി എൻ്റെ കയ്യിലുള്ള എല്ലാ സൺസ്ക്രീൻ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ ഒരു 4 സൺസ്ക്രീനെ കുറിച്ച് മാത്രമാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു രണ്ടെണ്ണം നിങ്ങൾ എല്ലാവരും അത്യാവശ്യം കേട്ടിട്ടുണ്ടാവും. ഈ രണ്ട് ബ്രാൻഡ്, ഇത് ന്യൂട്രിജിനിയും പിന്നെ ഇത് ഡോക്ടർ ഷീറ്റ്സിൻ്റെയാണ്. ഇത് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇതൊരു ജർമ്മൻ ബ്രാൻഡാണ് കേട്ടോ. സൺ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ സൺ ലോഷനും ഉണ്ട്. അതേപോലെ തന്നെ ഇത് UV എഡ്ജ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആദ്യത്തെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു UV എഡ്ജിന് തന്നെയാണ്. അതിന്റെ കോലം കണ്ടില്ലേ, ഉപയോഗിച്ച് എന്താണെന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സൺസ്ക്രീൻ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരാഴ്ച ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാഗിൽ ഈ ഒരു സൺസ്ക്രീൻ, അപ്പോൾ ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഇത് ഉപയോഗിക്കും. അങ്ങനെയാണ് ഞാൻ അധികം ചെയ്യലുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിൽ ആക്ച്വലി നമുക്കിപ്പോൾ ഒരുപാട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്, ഇനി അതല്ല മേക്കപ്പ് ചെയ്യാൻ സമയമില്ല, പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മതി. കാരണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എല്ലാവരും പറയുമല്ലോ വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ഒന്നും വലിച്ചു വാരിയിടാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാമെങ്കിൽ ഞാൻ എന്താ ഈ സൺസ്ക്രീനിന്റെ, അപ്പൊ ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലോണം സ്കിന്നിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. സ്പഞ്ച് ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് കണ്ടോ നമുക്ക് കൈ കൊണ്ട് ആക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് സ്കിന്നിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇത് ഒട്ടും ഓയിലല്ല കേട്ടോ. ഇത് ഭയങ്കര മാറ്റ് ഫിനിഷ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നല്ലൊരു കൂൾ ലുക്കാണ് തരുന്നുണ്ടാവുക. അപ്പൊ അടുത്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺ ഡാൻസിനെയാണ് കേട്ടോ. ഇതൊരു ജർമ്മൻ പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇത് സൺ ഡാൻസ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബ്രാൻഡിന്റെ പേര്. ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് അതിന്റെ സ്മെല്ല് അത്ര ഓക്കെ അല്ല, നമുക്ക് ഇങ്ങനെ അയ്യോ എന്ന് തോന്നും. പക്ഷെ എന്നാൽ കൂടെ ഭയങ്കര, അതായത് ഓയിലി സ്കിന്ന് ഭയങ്കരമായിട്ട്, അതായത് എൻ്റെ ഒരു സ്കിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഓയിലി ടൈപ്പ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ. കാരണം അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പറ്റും. ഇതിന്റെ ഈ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തോന്നും നമുക്ക്. പക്ഷെ ഇത് നോക്കി നോക്കും, ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ടെന്ന് മാത്രമല്ല നല്ലൊരു ഓയിലി ടെക്സ്ചറാണ് ഇതിന് തരുന്നത്. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു ഇതൊരു 3 to 4 hours വരെ ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ഈ ഒരു ഗ്ലോസിനെസ് പോവും. എന്നാൽ കൂടി നമുക്കിത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഫീൽ ആവും കേട്ടോ. ഇതിന്റെ സ്മെല്ല് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. അടുത്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോക്ടർ ഷീറ്റിന്റെ ആണ്. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇതും ഈ പറയുന്ന പോലെ ഞാൻ അത്യാവശ്യം നല്ലോണം ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് തരുന്ന സൺസ്ക്രീൻ തന്നെയാണ്. പൊതുവെ പറയുന്ന ഈ സൺസ്ക്രീനുകൾ 3 hours കൂടുമ്പോൾ നമ്മളിത് റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ ഇതിന്റെ എഫക്റ്റ് ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ വല്ലാതെ വെയിലത്തുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല ഓഫീസിലൊക്കെ പോകുന്നവരാണ്, AC ഒരുപാട് നേരം ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെ റീഅപ്ലൈ ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ഈ പറയുന്ന പോലെ ഇതിന്റെ ടെക്സ്ചർ വരുന്നത് ഇത് കണ്ടോ, ഇത് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. ഇതിൽ ടിൻറ്റഡ് ഒന്നുമില്ല, ഇത് സാധാരണ സൺസ്ക്രീൻ പോലെ തന്നെയാണ്. പക്ഷെ ഭയങ്കര തിന്നാണ് കേട്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി. ചില സൺസ്ക്രീനുകൾ നമുക്ക് ഭയങ്കര തിക്കായിട്ട് ഫീൽ ആവും, പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ഭയങ്കര തിന്നാണ് ഇതിൻ്റെ. ഇത് സ്കിന്നിൽ ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു കുറേയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ഇത് മോയ്സ്ചറാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ കുറേ സൺസ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വൈറ്റ് കാസ്റ്റ് ആവലുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവുന്ന സൺസ്ക്രീൻ അല്ല കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ അടുത്തത് ന്യൂട്രിജീനയുടെ അൾട്രാ ഷീർ ഡ്രൈ ടച്ച് സൺബ്ലോക്ക് ആണ്. ഇത് ഡ്രൈ സ്കിന്നിന് നല്ലോണം സ്യൂട്ട് ആവുന്നതാണ്. പക്ഷെ ഇത് എൻ്റെ ഒരു കസിൻ പറഞ്ഞ അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവൾക്ക് ഇത് ഭയങ്കരമായിട്ടൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കിയെന്നാണ് അവൾ പറയുന്നത് ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ. പക്ഷെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ എന്നാലും ഫേസിൽ എല്ലാവർക്കും ഇത് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇതും നല്ലോണം ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. നല്ലോണം ഈ പറയണ പോലെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഭയങ്കര പിഗ്മെന്റഡ് വേണമെന്ന് നോക്കിയോക്കോ, ആ ഒരു ഡിഫറൻസ് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇത് ആക്ച്വലി ബോളിവുഡ് സെലിബ്രിറ്റീസ് എല്ലാം സജസ്റ്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലോണം ബെസ്റ്റ് സെല്ലർ കാറ്റഗറിയിൽ വരുന്നതുമാണ്. അപ്പോൾ ഈ 4 സൺസ്ക്രീൻ ഇന്ന് ഞാൻ പറഞ്ഞതിൽ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ റേറ്റ് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഇത് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത കാരണം ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇതിന്റെ റേറ്റ് എനിക്ക് അറിയില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് 575 ആണ് കേട്ടോ വരുന്നത്. ഇത് MRP റേറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ഫാർമസിയിൽ പോയി പർച്ചേസ് ചെയ്യേണ്ടി വരും ഇത്.
ഇതെന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് 500 റുപ്പീസ് ആണ്. പക്ഷെ ഇത് എപ്പോഴും ഇവരുടെ സൈറ്റിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അവൈലബിൾ ആണ്. പിന്നെ ഇത് നൈക്കിയിലൊക്കെ ആണെങ്കിൽ ഒരു 370 350 റേഞ്ചിൽ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണെന്ന് എനിക്ക് 2 വാങ്ങി വെക്കുമ്പോൾ ഈസി ആയിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് തന്നെ 780 ആണ്. പക്ഷെ ഇത് 575 അവൈലബിൾ ആണ് കേട്ടോ.